വെക്കേഷന് നാട്ടിലെത്തി തിരിച്ച് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വണ്ടി കാണാൻ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നോക്കുന്നത് പോലെ ഉണ്ടാവും. കാന്താരി മുളകും നേന്ത്രപ്പഴവും ചെറുപഴവും തേങ്ങയും ആട്ടിയ വെളിച്ചെണ്ണ, കാപ്പിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ പറയാ, ഇടിയപ്പത്തിന്റെ പൊടി, പുട്ടുപൊടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ആ കൂട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ശേഖരിക്കുന്നതാണ് ഈ കപ്പയും പാൽച്ചേമ്പും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ഇതൊക്കെ എന്തിനാണ് നാട്ടിൽ നിന്ന് ഇങ്ങനെ കെട്ടിക്കൊണ്ടു പോകുന്നത്, ഇതൊക്കെ എറണാകുളത്ത് കിട്ടില്ലേ എന്ന്. കിട്ടും, പക്ഷേ ഇതിൽ ഇത്തിരി പോലും രാസവളങ്ങളൊന്നും ഇടാതെ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചുണ്ടാക്കിയ പൊടികളും ഇതുപോലെ ഒട്ടും വളം ചേർക്കാതെ നമ്മളുടെ മണ്ണിലുണ്ടായ സാധനങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. മക്കള് വരുമ്പോൾ പറിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് കായ്കളും കിഴങ്ങുകളൊക്കെ അമ്മ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിൽ പെട്ടതാണ് ഈ കപ്പയും പാൽച്ചേമ്പൊക്കെ. മണ്ണിനോട് മല്ലടിച്ച് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഏട്ടൻ ഇത് പറിച്ചെടുത്തത്. അധികം സ്ഥലമൊന്നും ഇല്ലാതെ കപ്പയൊക്കെ നടാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണിത്. ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ നിറയെ മണ്ണ് നിറച്ച് അതിൽ കപ്പയും ചേമ്പും ഒക്കെ നടാൻ പറ്റും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അമ്മയും മോനും കൂടെ കപ്പയും പാൽച്ചേമ്പും ഒക്കെ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്ത് എറണാകുളത്തെത്തി അവിടെ നിന്ന് നല്ല കുഞ്ഞൻ മത്തിയും വാങ്ങിയിട്ട് കപ്പയും മീൻചാറും കൂട്ടി കഴിക്കാം.